ക്രാങ്ക്ഷുരി വാട്ടർഫോളും കണ്ട് ഫുഡും കഴിച്ച് നമ്മൾ നേരെ വന്നത് ഈ ഫിഫി വാട്ടർഫോൾ കാണാനാണ്. ഈ ഒരു വാട്ടർഫോൾ കാണുക മാത്രമല്ല നമ്മളതിലിറങ്ങി കുളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടുന്നത് നല്ല കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. 30 മിനിറ്റോളം ട്രക്കിംഗ് ചെയ്തിട്ടാണ് നമ്മൾ താഴേക്ക് എത്തിയത്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നടക്കാനും അതുപോലെ ആരോഗ്യവും ഉള്ള ഒരാൾക്ക് മാത്രമേ ഇതിലൂടെ ഇറങ്ങി നമുക്ക് താഴേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അല്ലാതെ കാൽമുട്ട് വേദന അങ്ങനെയുള്ള വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുകളിൽ നിന്നിട്ട് ഈ ഒരു വാട്ടർഫോൾ കാണാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം നല്ല പാടാണ് താഴേക്ക് ഇറങ്ങാനായിട്ട്. അതും ഒരു നേരെ ചൊവ്വയുള്ള സ്റ്റെപ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പാറക്കഷ്ണങ്ങളും കല്ലുകളും മണ്ണും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു വഴിയാണ്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം താഴേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ കയറും എന്നുള്ളതാണ്. ഇറങ്ങുന്നത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന പോലെ തോന്നി, പക്ഷെ കയറാൻ നല്ല പാടാണ്. അപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. ഒരു മുളപ്പാലത്തിലൂടെ നടന്നാൽ മാത്രമേ നമുക്ക് ഈ ലൈഫ് ജാക്കറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വേണം നമ്മൾ താഴേക്ക് ഇറങ്ങാനായിട്ട്. നല്ല ഭംഗിയായിരുന്നു ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, കാരണം അത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മൾ മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. അധികം തിക്കും തിരക്കും ഒന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും നമുക്ക് അവിടെ ഇല്ല. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് പേര് കയറി പോയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി ഈ ലൈഫ് ജാക്കറ്റ് എനിക്കൊരു ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നീന്താൻ അറിയില്ല. പിന്നെ നീന്താൻ അറിയുന്ന ഒരുപാട് പേരുണ്ട്, അറിയാത്തവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നീന്താനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഈ ലൈഫ് ജാക്കറ്റ് എനിക്ക് കംഫർട്ടബിളായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പിന്നെയും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന പോലെ തോന്നിയത്. എൻ്റെ തലഭാഗം ഫുള്ള് വെള്ളത്തിലേക്ക് പോവുകയും കാല് ഭാഗം മുകളിലേക്ക് കയറി ചെല്ലുന്ന പോലെ തോന്നി. ഇത് കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് വിളിക്കുന്ന പോലെ തോന്നും. പക്ഷേ അവിടെ ഒരു പാറയുടെ സപ്പോർട്ടിൽ ഞാൻ അവിടെ നിന്ന് നീന്തൽ പഠിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ച് മുകളിലേക്ക് നമ്മൾ കയറി വന്നു. കയറുന്നത് നല്ല കഷ്ടപ്പാടായിരുന്നു. ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ വിചാരിച്ച പോലെ തന്നെ അതിലേക്ക് വീണു. അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് നമ്മൾ അവസാനം ടോപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈവനിങ് ആയി. ഇരുട്ടി, ആകാശത്തിൻ്റെ നിറമൊക്കെ മാറുന്നുണ്ട്. നല്ല വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര മതിയാക്കി.